ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട്സും ഡ്രൈ ഗ്രേപ്സും ഞാനിപ്പോൾ കുതിരാൻ ഇട്ടിട്ടുണ്ട്. കുതിർന്ന ശേഷം നമുക്കിതൊന്ന് മഷി പോലെ അരച്ചെടുക്കണം. ഇത് 3/4 കിലോ ചിക്കനാണ്. ചിക്കനെല്ലാം നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചതാണ്. അതൊരു സ്പൂൺ കണക്കാക്കി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല പിടിക്കാനായിട്ട് നമുക്ക് 1 മണിക്കൂർ ചിക്കൻ മാറ്റി വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. തിരിച്ചും മറിച്ചുമിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എണ്ണയോ നെയ്യോ ഏതെങ്കിലും മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് അധികമാവുന്നതാണ്. പൊരിച്ച ചിക്കൻ കഷ്ണങ്ങൾ മാറ്റി വെച്ച ശേഷം നമുക്കിനി ചോറാണ് തയ്യാറാക്കാനുള്ളത്. ചോറ് തയ്യാറാക്കാനായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പട്ട, ബേ ലീഫ്, ഗ്രാമ്പൂ, ഏലക്കായ എന്നിവ ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 1 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി നാരങ്ങയുടെ നീരാണ്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ 1 സ്പൂൺ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ നെയ്യൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചോറ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പകുതി വേണം വേവിച്ചെടുക്കാൻ, നല്ലതുപോലെ വേവിച്ചെടുക്കരുത്. നമുക്ക് കുറച്ച് നെയ്യിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് വറുത്തെടുക്കാം. വറുത്ത കാഷ്യൂ നട്ട്സൊക്കെ നമുക്ക് മാറ്റി വെച്ച ശേഷം അതേ നെയ്യിൽ തന്നെ നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ അരിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിൽ നമുക്ക് ഒരു 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. അതും നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. സവാളയെല്ലാം ഞാനിപ്പോൾ കോരിമാറ്റി വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിൽ നമുക്ക് വീണ്ടും 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബിരിയാണിയൊക്കെ ചെയ്യാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. നല്ലതുപോലെ ടൈം എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബിരിയാണി കിട്ടുന്നതാണ്. സവാള നല്ലതുപോലെ വാടി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയുടെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ പെപ്പർ പൊടിച്ചതാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാല ഇല്ലെങ്കിൽ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വീണ്ടും പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ അളവിൽ തൈരാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ഡ്രൈ ഗ്രേപ്സുമാണ്. അത് രണ്ടും കൂടെ അരച്ചത്, നല്ല പേസ്റ്റാക്കി അരച്ചത് കൂടി ഒഴിച്ചു കൊടുക്കാം. അതുകൂടി ഒഴിക്കുമ്പോൾ നമുക്ക് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില, പുതിനയില അരിഞ്ഞത് ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒരു വലിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ പൊരിച്ചതിനാൽ നമുക്ക് അധികം വേവിക്കേണ്ടി വരത്തില്ല. എണ്ണയൊക്കെ തെളിയുന്നത് വരെ ഒന്ന് വേവിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഞാൻ ബിരിയാണി തയ്യാറാക്കുന്നത്. മൺചട്ടിയിൽ ഇപ്പോൾ 1 സ്പൂൺ നെയ്യും ബാക്കി എണ്ണയുമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് തയ്യാറാക്കിയ ചിക്കൻ കറിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പകുതി ഇട്ട് കൊടുക്കുക. ചിക്കൻ കറിയെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ തയ്യാറാക്കിയ ചോറിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ചോറെല്ലാം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ പകുതി വേവിച്ച ചോറാണ്. നമ്മളിപ്പോൾ ബിരിയാണി ദം ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ടാണ് പകുതി വേവിച്ചെടുക്കുന്നത്. ചോറെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന സവാളയും കാഷ്യൂ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ അടുപ്പിൽ വെച്ച് ദം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഒരു ദോശക്കല്ലാണ്, പഴയ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറത്താണ് വെച്ചിട്ടുള്ളത്. ചോറെല്ലാം നിരത്തിയതിന് ശേഷം വീണ്ടും നമുക്ക് ബാക്കി വരുന്ന ചിക്കൻ കറി കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കി കറി കൂടി ഇട്ട ശേഷം വീണ്ടും കുറച്ച് ചോറ് കൂടി മുകളിൽ വിതറുക.
പൊരിച്ച കാഷ്യൂനട്ട്സും സവാള ഇട്ട് കൊടുത്ത് മല്ലിയില പുതിനയില വീണ്ടും ഇട്ട് കൊടുക്കുക. കളർ നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി വേണമെങ്കിലും കൂടി കലക്കി ഒഴിക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് പാലിൽ കലക്കി വേണം തളിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കാം. അടപ്പിൻ്റെ മുകളിൽ ഒരു കല്ലെടുത്ത് വെച്ചേക്കാം. ഒരു 3-4 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. നമ്മുടെ ബിരിയാണിയൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. സൂപ്പറായി കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പോൾ. കുറച്ച് സമയമെടുത്തെങ്കിലും ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ് കിട്ടിയിട്ടുള്ളത്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സൈഡ് ഡിഷായിട്ട് നമുക്ക് സാലഡോ പപ്പടോ ഒക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.